തിരുവനന്തപുരം മാറാനല്ലൂർ പഞ്ചായത്ത് ബി.ജെ.പിക്ക് PS മായയെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വിളപ്പിൽ, മുതാക്കൽ എന്നീ പഞ്ചായത്തുകളിലും ബി.ജെ.പി ഭരണം പിടിച്ചു. അതിയന്നൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്, ഈ 26ഓളം ഗ്രാമപഞ്ചായത്തുകളിലാണ് ബി.ജെ.പി വലിയ മേധാവിത്വം ഈ കടന്നുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്, അതായത് കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ച് നഗരസഭകളിൽ മികച്ച പ്രകടനം ബി.ജെ.പി നഗരമേഖലകളിൽ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചു. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകളുടെ ഭരണമാണ് ബി.ജെ.പി ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ? അതിയന്നൂർ പഞ്ചായത്തിൽ ഭരണം കൈപ്പിടിയൊടുക്കാൻ LDF ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അവിടെ ഇപ്പോൾ ഒടുവിൽ നറുക്കെടുപ്പിലൂടെ ബി.ജെ.പി അധികാരത്തിലേറി കഴിഞ്ഞു. മുതാക്കലിൽ ബി.ജെ.പിയുടെ ഭരണം ഉറപ്പായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിളപ്പിൽ പഞ്ചായത്ത്, ഒപ്പം നമ്മൾ ഇപ്പോഴുള്ള മാറനല്ലൂർ പഞ്ചായത്തിലും ബി.ജെ.പി തന്നെ അധികാരത്തിലേറിയിരിക്കുകയാണ്. മാറനല്ലൂർ പഞ്ചായത്തിൽ 12 സീറ്റുകളാണ്, 12 വാർഡുകളാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്, NDAക്ക് ഉണ്ടായിരുന്നത്. അതിൽ 12ഉം ഈ പറയുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പ്രസിഡന്റ് ലഭിച്ചതെന്നു PS മായയാണ് ഇവിടെ മാറനല്ലൂർ പഞ്ചായത്ത് ബി.ജെ.പിയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ ബി.ജെ.പിയുടെ വാർഡ് മെമ്പർമാരാണ്. ഈ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ വാർഡ് മെമ്പർമാരടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ ആരൊക്കെയുണ്ട്? ചേട്ടൻ ഇവിടുത്തെ വാർഡ് മെമ്പർ പേരെന്തായിരുന്നു ചേട്ടാ? അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തെ, പ്രത്യേകിച്ച് മാറനല്ലൂരിൽ ഒരു തവണ അധികാരത്തിൻ്റെ അക്കോളം എത്തി അന്തരാവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായി ആ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും ബി.ജെ.പി ഇവിടെ പിടിച്ചടക്കിയിരിക്കുകയാണ്. എന്താണ് ബി.ജെ.പി? നമ്മൾ 18 മാസമാണ് നമുക്ക് ഭരണം കിട്ടിയത്. അത് കഴിഞ്ഞ് LDF ആണ് ഭരണത്തിലേക്ക് വന്നത്. വീണ്ടും നമ്മളിപ്പോൾ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തി നമ്മൾ 12 സീറ്റോട് കൂടി നമ്മൾ അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ അധികമായ സന്തോഷമുണ്ട്. കൂടുതൽ മെമ്പർമാർ പറയാനുള്ളത്, നേരത്തെ ഒരു 18 മാസത്തെ ഭരണം, അത് കഴിഞ്ഞിപ്പോൾ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു ആധികാരികമായ വിജയത്വം. കഴിഞ്ഞ 5 വർഷക്കാലം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ടും ജനങ്ങളെ, ഈ മാറനല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ മൊത്തം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഒരു സംവിധാനത്തോടുകൂടി NDA സർക്കാർ അധികാരത്തിൽ വരണമെന്ന് മാറനല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങളും അതേപോലെ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്രാവശ്യം ഗംഭീര ഭൂരിപക്ഷത്തിൽ 12 സീറ്റോടുകൂടി NDAക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്കുണ്ടായിട്ടുള്ളത്. ഗൗതം, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ കല്ലിയൂരിലേക്ക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കല്ലിയൂരിൽ ബി.ജെ.പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ അവിടെ ഒരു കോൺഗ്രസ് വിമതനെ അടക്കം പിന്തുണച്ചുകൊണ്ട് അവിടെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമൊക്കെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം CPM-ൻ്റെ LDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാറനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PS മായ നമുക്കൊരിക്കൽ കൂടി ഒപ്പം ചേരുകയാണ്. നേരത്തെ നമ്മളോട് പറഞ്ഞതുപോലെയാണ് ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പലയിടത്തും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ബി.ജെ.പിയെ കാണുമ്പോൾ, വികസനം കാണുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റിയാണ് എല്ലാവരും ഓർക്കുക, ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് ഒരു ബി.ജെ.പി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ. ഒരു പഞ്ചായത്തിന് മുഴുവൻ പ്രസിഡന്റ് ഒരു ബി.ജെ.പി നേതാവ് വരുമ്പോൾ. നമസ്കാരം. ഞാൻ 2015 ഒരു 18 മാസക്കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവം വീണ്ടും ഒരവസരം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ 500ഓളം പ്രവർത്തകരുടെ ശ്രമഫലമായിട്ട് നമുക്കിപ്പോൾ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് ഏതൊക്കെ മേഖലകളിൽ ആരെയൊക്കെ സമീപിക്കാൻ പറ്റുമോ അവരെല്ലാം സമീപിച്ച് പരമാവധി വികസന പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമുക്കിവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എപ്പോഴും ഞാൻ പ്രതിജ്ഞാബദ്ധരായി. ഗൗതം, അതാണ് മാറനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പറയാറുള്ളവർക്ക് എല്ലാവർക്കും വികസനത്തെ പറ്റി തന്നെയാണ്. അതായത് ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുമെന്നുള്ള ഉറച്ച വാഗ്ദാനവും നൽകി തന്നെയാണ് ഇവിടുത്തെ പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ബി.ജെ.പിയുടെ വാർഡ് മെമ്പർമാരടക്കമുള്ളവർ ഇനിയുള്ള 5 വർഷത്തെ കാണുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേരത്തെ തന്നെ ബി.ജെ.പി പ്രതീക്ഷയർപ്പിച്ചിരുന്ന മിക്കവാറും പഞ്ചായത്തുകളെല്ലാം ഇപ്പോൾ ബി.ജെ.പി വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കല്ലിയൂർ പോലെ ചിലയിടങ്ങളിൽ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ബി.ജെ.പിക്ക് ലഭിച്ച, ബി.ജെ.പിക്ക് അനുകൂലമായി NDAക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള മാൻഡേറ്റ്, ജനവിധിയെ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ LDF-ൻ്റെ ഭാഗത്തുനിന്ന് വിജയിച്ചിട്ടുമുണ്ട്. ഗൗതം.
നല്ലൂർ അതോടൊപ്പം തന്നെ വിളപ്പിൽ തുടങ്ങി വിവിധ പഞ്ചായത്തുകളുടെ ഭരണം തലസ്ഥാന ജില്ലയിലും BJP നേടിയെടുത്തിരിക്കുകയാണ്. എന്നാൽ കല്ലിയൂർ പോലെയുള്ള ചില പഞ്ചായത്തുകളിൽ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ചില കളികൾ നടക്കുന്നുവെന്നാണ് പ്രജിത് മോഹൻ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും BJPക്ക് വലിയ അഭിമാനകരമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ കഴിഞ്ഞ 13-ാം തീയതി പുറത്തു വന്നത്. അതിനുശേഷം വലിയ ചർച്ചകൾ നടന്നത് ഏതൊക്കെ പഞ്ചായത്തുകളിൽ BJPയെ അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സഖ്യം രൂപപ്പെടുമെന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ അത് വർക്കൗട്ട് ആകുന്നുണ്ട്. എങ്കിൽ പോലും കൂടുതൽ സ്ഥലങ്ങളിൽ BJP പ്രതീക്ഷിച്ചതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് കയറാൻ സാധിക്കുന്നു എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്തുന്ന BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്.